ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു കോഴിയുടെയും മയിലിൻ്റെയും ആണ്. പണ്ടൊരു കാട്ടിൽ ഒരു ഭംഗിയുള്ള മയിലും പിന്നെ ഒരു ഭംഗിയുള്ള കോഴിയും താമസിച്ചിരുന്നു. കോഴിയുടെ തൂവലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, ചുവപ്പും കറുപ്പും കലർന്ന്. അവൻ്റെ ആ കോഴിപ്പൂവൊക്കെ കാണാൻ എന്ത് ഭംഗിയറിയോ, തലയിൽ കോഴിപ്പൂവൻ എന്നൊക്കെ അവനെ എല്ലാവരും വിളിക്കും. അങ്ങനെ ഈ മനോഹരമായ പൂവൊക്കെ വെച്ച് അവനെങ്ങനെ നടക്കും കാട്ടിക്കൂടെ. എല്ലാവർക്കും അവനെ ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ അവൻ ഒരു അഹങ്കാരിയായിരുന്നു. കോഴി, ഞാനാണ് ചന്തം, എന്നെ പോലെ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചാണ് മൂപ്പര് നടക്കണേ. അതാണ് കുഴപ്പം അല്ലേ? അപ്പോഴാണ് നമ്മുടെ മയിൽ അതുവഴി വന്നത്. അപ്പം കോഴി ഇങ്ങനെ ഇവനെ കണ്ടു. ഇവനെന്താ എന്നും ഇങ്ങനെ എന്നെക്കാളും ഭംഗി വെച്ച് വരുന്നത്? മനസ്സിലിങ്ങനെ അസൂയ മൂത്തു വന്നു കേട്ടോ. ഇവൻ്റെ വാലൊക്കെ ഇങ്ങനെ നീണ്ടു വരുന്നല്ലോ, എന്തൊരു ഭംഗിയുള്ള പീലിയാണ് ഇവന്. പക്ഷെ ഇവനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കോഴിക്ക് അസൂയ മൂത്തു വന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മഴ വന്നു, നല്ല മഴ. ആ മഴ വരുന്ന വരവ് കണ്ടപ്പോൾ നമ്മുടെ മയിലിൻ്റെ മനസ്സുണ്ടല്ലോ, മനസ്സിലിങ്ങനെ ഒരു ലഡ്ഡു പൊട്ടി. അവൻ എന്ത് ചെയ്തു? മനോഹരമായി നൃത്തം ചെയ്തു, മയിലാട്ടം. ഇത് കണ്ട ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളും പക്ഷികളും വന്നു ഇത് കാണാൻ. എല്ലാവരും കൈയടിച്ചു. എന്തൊരു മനോഹരമായ കാഴ്ച! മയിലിൻ്റെ നൃത്തം കണ്ട എല്ലാവരും പറഞ്ഞു, ഇത് കോഴിക്ക് സഹിച്ചില്ല. എല്ലാവരും അവൻ്റെ കൂടെയാണല്ലോ, ഇത്ര കാലം എന്നെ നല്ലതാന്ന് പറഞ്ഞവനൊക്കെ ഇപ്പോൾ അവനെ നല്ലതെന്ന് പറയുന്നു. ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രതികാരം മൂത്തു, ഭയങ്കര പ്രതികാരം. അപ്പോൾ അവൻ വിചാരിച്ചു, ഈ മയിലിനെ ഒന്ന് തോൽപ്പിക്കണം, അപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടോളൂ. അങ്ങനെ കോഴി മയിലിനെ വെല്ലുവിളിച്ചു. അടുത്ത ദിവസം മയിലാടിപ്പാറയുടെ മുകളിൽ വെച്ച് നീയും ഞാനും ഒരു നൃത്ത മത്സരം ഉണ്ടായിരിക്കും. എൻ്റെ ഒപ്പം കളിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. കോഴി മയിലിനെ വെല്ലുവിളിച്ചു. മയിൽ പാവം എന്ത് പറഞ്ഞറിയോ, എനിക്ക് അത്ര കളിക്കാനൊന്നും അറിയില്ല, എന്നാലും നീ എന്തിനാ ഇങ്ങനെ ഒരു മത്സരമൊക്കെ വെച്ചത്? ഞാനിവിടെ ഇങ്ങനെ കളിച്ചോട്ടെ, നീ നിന്നെ പോലെയും ചെയ്തോ കാര്യങ്ങളൊക്കെ, അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ പോരെ, എന്തിനാ വെറുതെ വീറും വാശിയും? മയിൽ പറഞ്ഞു. കോഴിയുണ്ടോ അത് വല്ലതും കേൾക്കുന്നു? കോഴി പറഞ്ഞു, പറ്റില്ല, നമുക്ക് മത്സരം തന്നെ നടത്തണം, നീ അങ്ങനെ വലിയ ആളാവണ്ട. അങ്ങനെ മയിലാടിപ്പാറയിൽ വെച്ച് പിറ്റേ ദിവസം 2 മണിക്ക് മത്സരം ആരംഭിച്ചു. ആദ്യം കോഴി കളിച്ചു, പിന്നെ മയിൽ കളിച്ചു, പിന്നെ കോഴി കളിച്ചു, പിന്നെ മയിൽ കളിച്ചു. മയിലിങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളിച്ചോണ്ടേ ഇരുന്നപ്പോൾ ഒരു തളർച്ചയും മയിലിന് തോന്നിയില്ല. എന്നാൽ കോഴിക്കോ, കോഴിയാകെ വിയർത്ത് കട്ടയായി. അവൻ്റെ ഭംഗിയൊക്കെ പോയി, അവൻ്റെ തൂവലുകളെല്ലാം കൊഴിയാൻ തുടങ്ങി. അവനെ കാണാൻ ഒരു വൃത്തിയുമില്ല, അവൻ്റെ കളിയും ഒരു വൃത്തിയുമില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മയിലിൻ്റെ നൃത്തോ തുടരന്നെ. അവൻ അർമാദിച്ച് കളിക്കാൻ തുടങ്ങി. കാടിളകി. എല്ലാവരും ഉറക്കെ കൈയടിച്ചു. എല്ലാവർക്കും മയിലിൻ്റെ നൃത്തത്തെ പറയാനേ പിന്നെ നേരമുള്ളൂ. അങ്ങനെ ആ കാട്ടിലെ സിംഹരാജാവ് മയിലിൻ്റെ നൃത്തം കണ്ട് സന്തോഷിച്ച് വന്ന് മയിലിന് നല്ലൊരു സമ്മാനവും കൊടുത്തു. കോഴിയാകെ നാണം കെട്ട് തല താഴ്ത്തി. അതോടെ അവനൊരു പാഠം പഠിച്ചു. എങ്ങനെയുണ്ട് കഥ? ഈ കഥയിൽ നിന്നും കൊച്ചുകൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഒരിക്കലും മയിലാടുന്നത് കണ്ട് കോഴിയാടരുത്, അല്ലേ? മയിലിന് പ്രത്യേക കഴിവുകളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് കോഴി ഒരിക്കലും വിചാരിക്കരുത്. കോഴിക്ക് കോഴിയുടേതായ ഭംഗിയുണ്ട്, കോഴിയുടേതായ കഴിവുകളുണ്ട്. അത് ചെയ്താൽ പോരെ, എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടോളും. അവന് തോന്നുകയാണ് അവനെ ഇഷ്ടമല്ലെന്ന്. മയിലിൻ്റെ ഒപ്പം കളിക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെ നാണം കെട്ടത്? അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് തന്ന കഴിവുകളെ നമ്മൾ പ്രയോഗിക്കണം എന്ന് വെച്ച് വലിയ വലിയ ആളുകളുടെ ഒപ്പം നമ്മൾ എത്തണം എന്ന് കഴിവില്ലാതെ മോഹിക്കരുത്. നമ്മളതിനു വേണ്ടി ശ്രമിക്കാം, പക്ഷേ നമ്മളതുപോലെ ആകാൻ പരമാവധി ശ്രമിക്കാം. പക്ഷേ എന്ത് പാടില്ല, നമ്മുടെ മനസ്സിൽ
അവരെക്കാളും കഴിവെനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആകെ നാണക്കേടാകും, അല്ലേ? നമ്മളെ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാതെയാകും. നമ്മുടെ ഒരു മനസ്സിന് അതൊരു സുഖവും നൽകില്ല. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടനെ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.